ഓണക്കാലം എന്ന് പറയുമ്പോൾ പൂക്കളം, ഓണസദ്യ, ഓണക്കോടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഓണാഘോഷങ്ങൾക്ക് കൂടുതൽ നിറവും ആവേശവും നൽകുന്ന ഒന്നാണ് വള്ളംകളി. ഇതിലേറ്റവും പ്രശസ്തമായ വള്ളംകളികളിൽ ഒന്നായ നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴയിലെ പുന്നമട കായലിൽ നടക്കുകയാണ്. ഓഗസ്റ്റ് 22 ശനിയാഴ്ചയാണ് 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി. 100-ലധികം തുഴച്ചിൽക്കാരുമായി ചുണ്ടൻ വള്ളങ്ങൾ പുന്നമട കായലിലൂടെ കുതിക്കുമ്പോൾ വഞ്ചിപ്പാട്ടിൻ്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയിൽ ആവേശത്തിലാകും. അതുകൊണ്ട് തന്നെ ഓണക്കാലത്ത് കേരളത്തിലെത്തുന്നവർക്ക് വള്ളംകളി ഒരു കായിക മത്സരം മാത്രമല്ല, കേരളത്തിൻ്റെ സംസ്കാരവും കൂട്ടായ്മയും ആഘോഷവും നേരിട്ടനുഭവിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. നെഹ്റു ട്രോഫിക്ക് ഒരു പ്രത്യേക ചരിത്രം കൂടിയുണ്ട്. 1952 പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആലപ്പുഴ സന്ദർശിച്ചപ്പോൾ വള്ളംകളി നേരിൽ കാണുകയും മത്സരത്തിൻ്റെ ആവേശത്തിൽ അദ്ദേഹം വിജയിച്ച് ചുണ്ടൻ വെള്ളത്തിൽ കയറുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം സമ്മാനിച്ച വെള്ളി ട്രോഫിയാണ് ഇന്ന് നെഹ്റു ട്രോഫി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓണത്തിൻ്റെ ആഘോഷവും കേരളത്തിൻ്റെ സ്വന്തം വള്ളംകളിയുടെ ആവേശവും ഇത്തവണ പുന്നമടക്കായയിൽ വീണ്ടും ഒന്നിക്കുകയാണ്. ഓണക്കാലത്ത് ആലപ്പുഴയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ വള്ളംകളി നേരിൽ കാണാൻ നിങ്ങൾക്കും അവസരം ലഭിക്കട്ടെ. കേരളത്തിൻ്റെ ഓണം, കേരളത്തിൻ്റെ വള്ളംകളി, കേരളത്തിൻ്റെ സ്വന്തം ആഘോഷം.